ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ഗാലറിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മക്കളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയ പ്രായത്തിലുള്ള മക്കളാണ് കേട്ടോ. നമുക്ക് ക്രിംസൺ ബെല്ലിയനും ഉണ്ട്, അതുപോലെ തന്നെ ജെൻഡേക്കനറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ സമയമില്ല, എന്നാൽ നല്ലൊരു പെറ്റായിട്ട് ഒരു ബേർഡിനെ വേണം. അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന നല്ല ബ്രീഡാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അതിൽ ക്രിംസൺ ബെല്ലിയുടെ വളർന്നു വരുമ്പോഴത്തേക്ക് നല്ല കളർഫുൾ ആവുന്ന ഒരു സ്പീഷീസ് ആണ്. ഇനി അണ്ടർ ബോഡി ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് നല്ല റെഡ് കളർ വരും. നമ്മുടെ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇത് വലുതാകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ഫോട്ടോസ് ജസ്റ്റ് ഒരു ഫോട്ടോ സൈഡിൽ മെൻഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ബേർഡുകൾ വലുതാകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ക്രിംസൺ ബെല്ലിയുടെ കുട്ടിയാണ്. ക്രിംസൺ ബെല്ലിയുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ടൈപ്പ് പക്ഷിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുട്ടിക്ക് വെറും 4000 രൂപയാണ് കേട്ടോ. ഒരു കുട്ടിക്ക് 4000 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവര് വന്നിട്ട് നമ്മുടെ ജെൻഡേക്കനോറിന്റെ കുട്ടിയാണ് കേട്ടോ. ജെൻഡേക്കനോറും സൺകുനോറിനെ പോലെ തന്നെ വലിപ്പം വെക്കുന്നതും എന്നാൽ സൺകുനോറിന്റെ ഒരു സൗണ്ടും എല്ലാം കറക്റ്റ് ആണ്. എന്നാൽ ഇവര് സൺകുനോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സൺകുനോറിന്റെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് യെല്ലോ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ആൾക്കാരുള്ള. ഇവർക്ക് അത്യാവശ്യം സംസാരശേഷിയുള്ള പക്ഷിയാണ് കേട്ടോ. നമ്മൾ ജെൻഡേക്കനോർ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ ഇവർക്ക് നമുക്ക് റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡേക്കനോറിന് വരുന്ന 3000 രൂപ മാത്രമാണ് കേട്ടോ. ഒരു കുട്ടിക്ക് വരുന്ന 3000 രൂപയാണ്. അതുപോലെ ക്രിംസൺ ബെല്ലിയുടെ വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ ഈ മക്കളെ ആർക്കെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇവരെ കൊണ്ടുപോകുന്നവര് ഇനി ഒരു ഹാൻഡ് ഫീഡ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിലവിലെ ഹാൻഡ് ഫീഡ് കൊടുത്താൽ ഇവർ വാങ്ങിക്കും. എന്നാൽ പോലും ഇവർ സ്വന്തമായിട്ട് ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ കഴിക്കുന്ന പ്രായത്തിലുള്ള മക്കളാണ്. അപ്പൊ ഈ കുട്ടികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ പൈനാപ്പിൾ കുഞ്ഞോന്റെ കുട്ടിയാണ് കേട്ടോ. 1500 രൂപയാണ് ഈ കുട്ടിക്ക് വരുന്നത്. പൈനാപ്പിൾ കുഞ്ഞോന്റെ ചെറിയ കുട്ടിയാണ്. അതുപോലെ ഇത് നമ്മുടെ ഗ്രീൻ ജി കുഞ്ഞോന്റെ കുട്ടിയാണ്. സെയിം റേറ്റ് തന്നെയാണ്, 1500 രൂപയാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ബഡ്ജറ്റിലുള്ള കിളികൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഗ്രീൻ ജിക്ക് പൈനാപ്പിൾ ഒക്കെ ഉള്ളത്. ഇത് കണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ യെല്ലോ സൈഡഡ് കുഞ്ഞൂർ ആയിരുന്നു. ആളുടെ റേറ്റും 1500 ആണ്. നമുക്ക് ഇന്ന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബേർഡുകളിൽ നിന്നാണ്. 1500 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവരെല്ലാവരും നന്നായിട്ട് നമ്മളോട് ഇണങ്ങും. പലരും നമ്മളെ വിളിച്ചു ചോദിക്കാറുണ്ട് ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്ന പക്ഷി ഏതാന്ന്. അങ്ങനെ നമുക്കൊരു സ്പെഷ്യൽ ബ്രീഡായിട്ട് പറയാനില്ല കേട്ടോ ശരിക്കും. കാരണം എല്ലാ ബ്രീഡുകളും നന്നായിട്ട് ഇണങ്ങും. നമ്മൾ എത്രമാത്രം ഇവരോട് ആത്മാർത്ഥമായിട്ട് മിങ്കിൾ ചെയ്യുന്നു അതുപോലെ തന്നെ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഇവർ 3 സ്പീഷീസും 1500 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വന്നിട്ട് യെല്ലോ സൈഡഡ്, പിന്നെ നമ്മളുടെ പൈനാപ്പിള്, പിന്നെ ഗ്രീൻ ചീക്ക് എല്ലാം 1500 രൂപയാണ് ഒരു കുട്ടിക്ക് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്കിന്ന് സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ സൺകുനോറിന്റെ കുട്ടിയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പക്ഷി വർഗമാണ് സൺകുനോർ. സൺകുനോറിന്റെ ഈ കുട്ടിക്ക് വരുന്നത് 3500 രൂപയാണ് കേട്ടോ. നല്ല ഇവരുടെ വലുതായി വരുമ്പോഴത്തേക്ക് ഈ ചിറകിന്റെ പോർഷനിലെല്ലാം നല്ല മഞ്ഞ കളർ വന്നിട്ട് കണ്ണിൻ്റെ ഇവിടെ കുറച്ച് റെഡ് ഷെയ്ഡ്സ് ഒക്കെ വന്ന് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ നമുക്ക് സൺകുനോറിൻ്റെ കുട്ടി 3500 രൂപയ്ക്കാണ് വരുന്നത്. സൺകുനോറിൻ്റെ തന്നെ 4500 രൂപ റേറ്റ് വരുന്ന കുട്ടിയും നമുക്ക് അവൈലബിൾ ആണ്. അത് വന്നിട്ട് നമുക്ക് യെല്ലോ ഡോമിനൻ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേർഡിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് നമുക്ക് ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡാണ് ഇവരുടെ ചിറയിൽ വന്നിരിക്കുന്നത്. അതേസമയം ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇവരൊരു മ്യൂട്ടേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരൻസിൽ നിന്ന് ഓരോ പ്രാവശ്യം ബ്രീഡായി വരുന്നതനുസരിച്ചിട്ട് കുട്ടികളിൽ കുറേ ചേഞ്ചസ് വരും. കളേഴ്സിലാണെങ്കിലോ ഫിസിക്കലിലാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊരു മ്യൂട്ടേഷനാണ്. ഇപ്പോൾ നോർമൽ സൺകുനോറിൻ്റെ കുട്ടി ഗ്രീൻ ഷെയ്ഡിലിരിക്കുമ്പോഴത്തേക്ക് യെല്ലോ ഡോമിനൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞ കളർ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവർ വലുതായി വരുമ്പോഴത്തേക്കും കാണിക്കും. കാരണം യെല്ലോ ഡോമിനൻ്റ് കുറച്ചുകൂടെ ബ്രൈറ്റ് കളറായിരിക്കും നോർമലിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും രണ്ടുപേരും ബോഡി സൈസൊക്കെ ഏകദേശം ഈക്വലായിട്ടാണ് വരുന്നത്. ബോഡി സൈസിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും കാണാറില്ല. പിന്നെ ഈ കളർ മ്യൂട്ടേഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് റേറ്റ് വരുന്നത് ഇത് നല്ല യെല്ലോസ് കളർ കയറിയിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. ഈ കുട്ടിക്ക് വരുന്നത് 4500 രൂപയാണ്. മറ്റേ കുട്ടിക്ക് വരുന്നത് നമുക്ക് 3500 രൂപയാണ്. ഈ 3500 രൂപ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇത് വലുതാകുമ്പോഴത്തേക്ക് കളർ വരില്ല അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. നല്ല കളർ തന്നെ വരും. എന്നാൽ കമ്പാരിറ്റീവ്ലി യെല്ലോ ഡോമിനൻ്റ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും. അതാണ് തമ്മിലുള്ള ഏക വ്യത്യാസം. പിന്നെ നമുക്ക് ഇന്നുള്ളത് ഏറ്റവും സംസാര ശേഷിയുള്ള പക്ഷിയായിട്ടുള്ള ഗ്രേ പാരറ്റിന്റെ കുട്ടിയാണ് കേട്ടോ. ഈ കുട്ടി 22,000 രൂപ മാത്രമാണ് ഈ കുട്ടിക്ക് വില വരുന്നത്. ഗ്രേ പാരറ്റിന്റെ ഈ പ്രായത്തിൽ 35,000 മുകളിലാണ് വില. അതിനൊരു കാരണം കൂടെ ഉണ്ട് നമുക്ക് വില കുറയാനുള്ള കാരണം. ഇവന്റെ കാലില് ചെറുപ്പത്തിൽ ഇവന് തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മറ്റേ ബോക്സിൽ എന്തോ ഇരുന്നിട്ട് ഇതിന്റെ കാലില് ഇവിടെ ഒരു ഒടിവ് വന്നിട്ടുണ്ട്. ഇപ്പൊ അത് ഓൾറെഡി ആ ബോണ് ഇതിന്റെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ആയി. ഇപ്പൊ നമുക്ക് ഇനി ഇതിനെ
നേരെയാക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അത് വലുതായി കഴിഞ്ഞാലും അതിൻ്റെ കാലിൽ ആ ഒരു ബെൻഡ് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഇത് അതിൻ്റെ ജീവിതത്തിന് തുടർന്നുള്ള ജീവിതത്തിന് അതൊരു ബുദ്ധിമുട്ടല്ല കേട്ടോ. കാരണം ഇവർ നന്നായിട്ട് നമ്മളുമായിട്ട് ഇണങ്ങും, നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ഇവനെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ വരുമ്പോൾ ചിലപ്പോഴത്തേക്ക് ബോഡി ഒരു സൈഡിലോട്ട് ഇച്ചിരി ഒന്ന് ചരിഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഡിഫക്റ്റ് കാണിക്കും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഗ്രേ പാരറ്റ് എപ്പോഴും റേറ്റ് വരുന്ന ഈ ഒരു കുട്ടിക്ക്, ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ 35,000 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്. നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ഡിഫക്റ്റ് ഇവനുള്ളത് കൊണ്ട് തന്നെ ഇവനെ കൊടുക്കുന്നത് 22,000 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം നന്നായിട്ട് സംസാരിക്കും, മനുഷ്യനെ പോലെ തന്നെ സംസാരിക്കും. നമ്മളുടെ ഓൺ വോയിസിൽ സംസാരിക്കാൻ കപ്പാസിറ്റിയുള്ള ഏക പക്ഷിയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഗ്രേ പാരറ്റിനെയാണ് കേട്ടോ. അതുപോലെ തന്നെ 300 വാക്കുകൾക്ക് മുകളിലാണ് ഇവരുടെ സംസാരശേഷി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി നമ്മളുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇവന് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ അടുത്ത് ഇടപഴകാനും ഒക്കെ ഇവന് കഴിയും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വരുന്നത് 22,000 രൂപയാണ്. അപ്പോൾ ഇത്രയും ബേർഡ്സാണ് നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവരിൽ ആരെങ്കിലേക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. കാരണം പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ഈ ബേർഡുകളെയൊക്കെ പലതിനെയും ഇഷ്ടമായിരിക്കും. എവിടെ നിന്ന് കിട്ടും എന്നറിയാതിരിക്കുമായിരിക്കും പലരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിവതും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ തന്നെ പക്ഷികളെ നിങ്ങൾക്ക് തരാൻ പറ്റും. ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ. അങ്ങ് കാസർഗോഡ്, വയനാട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഏരിയയിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. നിങ്ങളുടെ കൂട്ടുകാരിൽ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ.